അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ ഈ പ്രത്യേക നിയോഗം ഇപ്പൊ നിയോഗം ഓർക്കുക മക്കളെ, സന്തോഷത്തിൽ ഓർക്കണേ. പ്രധാന ദിവസം അമ്മേ, അങ്ങയുടെ മക്കളുടെ നിയോഗം ഓർക്കുകയാണ്. അമ്മ ഈ നിയോഗം പ്രധാന ദിവസം സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ആഹാരം പോലെ ഇന്നത്തെ ആവശ്യം നിറവേറ്റി അവരനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നിയോഗങ്ങൾ സമർപ്പിക്കുക. എല്ലാവരും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മുടെ ജീവിത വ്യാപാരങ്ങളെ വിനിമയങ്ങളെ കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, അങ്ങയുടെ മക്കള് ഇന്ന് ലോകം മുഴുവനുള്ളവർ ഈ സമയത്ത് ഏകാഗ്രതയോടെ കൈകൾ കൂപ്പി അങ്ങയുടെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അമ്മേ പരിശുദ്ധ അമ്മ, ദേവമാതാവേ, കൃപാസനം അൾത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മേ, അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ ഈ മക്കളുടെ എല്ലാ വ്യതകളെയും വേദനകളെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മുൾക്കിടത്തെ ഓർത്തുകൊണ്ട് ഈ മക്കളോട് കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവേ, അങ്ങയുടെ തിരുവിലാലും മുറിവിനെ ഓർത്തുകൊണ്ട് ഈ മക്കളുടെ നിയോഗങ്ങളോട് കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവേ, അങ്ങയുടെ കരജനങ്ങളെ ആണിപ്പഴുതിൽ ഓർത്തുകൊണ്ട് ഈ മക്കളുടെ നിയോഗങ്ങളോട് കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മയെ പരിശുദ്ധമ്മ ദേവമാതാവേ, ഈ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കടലിലും കരയിലും നടത്തിയിട്ടുള്ള മുഴുവനും ദൈവശുശ്രൂഷയുടെ അസ്ഥിവാരത്തിലെ അടിസ്ഥാനത്തിൽ ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഗർഭിണികളെ പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ, അവരെ സ്പർശിക്കണമേ. ഗർഭിണികൾക്ക് കുഞ്ഞുങ്ങൾക്ക് അനക്കമില്ലാത്തത് പ്രാർത്ഥിക്കേണ്ട ഈശോയെ, അവരുടെ വയറിനെ സ്പർശിക്കണം ഈശോയെ. കുഞ്ഞുങ്ങൾ അനങ്ങട്ടകരെ എലിസബത്തിൻ്റെ ശിശു മാതാവിൻ്റെ മാധ്യസ്ഥത്തിലെ കർത്താവെ തുള്ളിച്ചാടിയതുപോലെ കർത്താവെ, അത് അനക്കമറ്റ കുഞ്ഞുങ്ങൾ അടിക്കടി ഉണ്ടാകുന്ന അപോഷം കാരണം, പലതരത്തിലുള്ള വിഷമ കാരണം, ഗർഭം ധരിച്ചിട്ടും അനക്കമില്ലാതിരിക്കുന്ന കുഞ്ഞുങ്ങൾ, വളർച്ചയില്ലാത്ത കുഞ്ഞുങ്ങൾ, ഗർഭിണികളെ അങ്ങ് സ്പർശിക്കണമെന്ന്, ഗർഭത്തെ ശിശുക്കളെ അങ്ങ് സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കടച്ചുവേണ്ട മക്കളില്ലാത്തവർ കർത്താവെ, ഒരു അഡ്മിഷൻ പോലും കിട്ടാതെ ഇത് നടക്കുന്നവർ, എന്ത് പഠിക്കണമെന്നറിയാതെ, അതിന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പണമില്ല, അതേസമയം തന്നെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പഠിക്കാൻ പറ്റണില്ല, ജീവിത സാഹചര്യം ശരിയാകുന്നില്ല, അങ്ങനെ എല്ലാം കൊണ്ടും കുടുംബത്തിൽ നിന്ന് ലോൺ എടുക്കുകയും ചെയ്തു, പഠിക്കാൻ വേണ്ടി കൊടുക്കുകയും ചെയ്തു, പക്ഷെ പഠിച്ചിട്ട് അതിന് പറ്റുന്നില്ല, പഠിക്കാൻ പറ്റണില്ല. വിദേശ രാജ്യങ്ങളിൽ പഠനം കഴിഞ്ഞവർ കർത്താവെ
അവിടെ ഒരു ജോലി കിട്ടാതെ തിരിച്ചു പോരേണ്ടി വരുന്ന അവസരം 30 ലക്ഷം 40 ലക്ഷം കടമുള്ളവർ, കടമെടുത്ത് പഠിക്കാൻ പോയവർ, പഠനത്തിന് കർത്താവ് ഇന്നും ജോലി ഇല്ലാതെ അവിടെ നിൽക്കുന്നുണ്ട് ഈശോയെ. അവിടെ വിസ കിട്ടാതെ, വർക്ക് വിസ കിട്ടാതെ നിൽക്കുന്നുണ്ട് ഈശോയെ. അങ്ങനെ എല്ലാ മക്കളും കാരാഗ്രഹത്തിൽ അകപ്പെട്ടിട്ടുണ്ട് ഈശോയെ, ജയിലകപ്പെട്ടിട്ടുണ്ട് ഈശോയെ, ജീവിതം വഴിമുട്ടി നിൽക്കുന്നുണ്ട് ഈശോയെ. എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്നവരെ ഈ പ്രഭാതത്തിൽ പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിലെ അമ്മയുടെ കൈക്ക് പിടിച്ച് ഞാൻ ഏൽപ്പിക്കുന്നത് കർത്താവ്. ദൈവത്തിൻ്റെ കണ്ണുമക്കളിലേക്ക് ആവശ്യം 38 വർഷം അർപ്പിച്ച കൃപാരുടെ യുഗതിയ കൃപാസ്ഥാന ജീവരുടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെ വിവിധ രോഗങ്ങൾ, ഭാരങ്ങൾ, സാമ്പത്തിക കടങ്ങൾ, തൊഴിലില്ലാത്ത അവസ്ഥകൾ, കുടുംബത്തിൻ്റെ സമാധാനങ്ങൾ കർത്താവ്, കമ്പോളങ്ങളും കടകളും വ്യാപാരങ്ങളൊക്കെ നടത്തിയിട്ട് മുടിഞ്ഞു പോയവർ, കടമായി പോയവർ, ഇനി ജീവിക്കാനത് മാർഗമൊന്നും അറിയാൻ പറ്റാതെ എന്ത് ചെയ്യുമെന്നറിയാൻ പാടില്ലാതെ ലോട്ടറി ടിക്കറ്റ് വരെ എടുത്ത് നടക്കുന്ന ആൾക്കാരുണ്ട് ഈശോയെ. അങ്ങനെ എന്തെല്ലാം മാർഗങ്ങളിൽ അകപ്പെട്ട് ജീവിക്കുന്ന മക്കൾ കർത്താവെ, അവർക്കൊരു വരുമാനമില്ലാത്ത എല്ലാവരെയും കർത്താവ് നീ ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യപ്പെട്ട് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇന്നത്തെ സുവിശേഷം, ഇന്നത്തെ വചനം 2 കൊരിന്ത്യൻസ് 1-ാം അധ്യായം 20-ാമത്തെ തിരുവചനം. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കീർണമായിട്ട് തോന്നും. പക്ഷെ ഇത് സിമ്പിളായിട്ട് പറഞ്ഞേ സംഭവിച്ചത്. അതേ ഒരു വായിച്ചമ്മനെ 2 കൊരിന്ത്യർ 1:20. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും, അതായത് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്, നമ്മുടെ ഫിസിക്കൽ ലൈഫ്, സ്പിരിച്വൽ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യണത് ഒറ്റ പ്രോജക്റ്റിലാണ്. പ്രോജക്റ്റ് എന്ന് പറയുന്നത് അത് വാഗ്ദാന പ്രകാരമാണ്. നമ്മൾ എന്തിനാണ് പ്രാർത്ഥിക്കുക? ഇപ്പം നമ്മൾ പറയല്ലേ, നമ്മുടെ ഇടയ്ക്ക് പറയത്തില്ല, ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വര പരിശുദ്ധമാതാവേ ഞങ്ങൾക്ക് അപേക്ഷിക്കണമേ. അപ്പം ഈ വാഗ്ദാനങ്ങളാണ് മനുഷ്യൻ്റെ മെയിൻ്റെനൻസ് നടത്തുന്നത്, അനുദിന ജീവിതവും അതുപോലെ തന്നെ നിത്യജീവിതവും. 2 ജീവിതമാണ് നമുക്കുള്ളത്, ഫിസിക്കൽ ലൈഫ് ആൻഡ് സ്പിരിച്വൽ ലൈഫ്. അപ്പോൾ വാക്ക് എന്ന് വെച്ചാൽ 8840 55 വാഗ്ദാനങ്ങളാണ് ദൈവത്തിൻ്റെ ഉള്ളത്. 8855. എനിക്കിത് അറിയത്തില്ല സത്യം പറഞ്ഞാൽ. കോവിഡ് വന്ന് ഒരു മാസം മുഴുവൻ ഞാൻ കോയമ്പത്തൂർ ആശുപത്രി കിടക്കുമ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ചെല്ലാം ചിന്തിക്കുന്നത്. കർത്താവ് തന്ന ഉടമ്പടിയെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും, കാര്യം അന്നൊരു ദിവസം ഞാൻ 10-40 ജപമാല ഒരു ദിവസം ചെല്ലുമായിരുന്നു കോവിഡ് കാലത്ത്. കാരണം വേറെ ഒന്നും ഇല്ലല്ലോ, വേറെ ആരും അടുത്ത് വരത്തില്ല. ഡോക്ടർ മാത്രമേ വരത്തുള്ളൂ, അത് നേഴ്സ് മാത്രമേ വരത്തുള്ളൂ, അവർക്ക് പ്രിക്കോഷനായിട്ട് വരണം. അപ്പോൾ ഒരു മാസമായിട്ടും കോവിഡ് തീരണില്ല എനിക്ക്. എപ്പോഴും പോസിറ്റീവ് എന്നാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ആ സമയത്ത് എല്ലാം ചിന്തിച്ചുകൊണ്ടിരുന്നത് ഉടമ്പടിയെക്കുറിച്ചും ധ്യാനിക്കാനെക്കുറിച്ച് സമയം കിട്ടിയത്. അങ്ങനെ ധ്യാനിച്ച് കിട്ടിയപ്പോഴാണ് എബ്രാഹാം മുതൽ കാനായിലെ കല്യാണം വരെയുള്ള ഉടമ്പടിയുടെ ഐഡിയ ഒക്കെ എൻ്റെ മനസ്സിൽ വന്നത്. അതാണ് ഞാൻ കോവിഡ് കഴിഞ്ഞ് വന്നപ്പോൾ ഉടനെ കൃപാസനത്തിൻ്റെ വാതിക്കെന്ന് ആ ഒരു 14 പിക്ചർ വെച്ചിട്ടില്ലേ കോവിഡിന്, അത് അങ്ങനെ അന്ന് ഈശോ പറഞ്ഞതാണ്. അതിൻ്റെ കൂടെ ഈശോ പറഞ്ഞതാണ് 8845 വചനങ്ങളുണ്ട്, അതായത് വാഗ്ദാനങ്ങളുണ്ട്. ഈ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇംഗ്ലീഷിൽ പ്രോമിസ് എന്ന് പറയും. പ്രോമിസ് എന്ന് പറയുമ്പോൾ അത് പ്രോമിസ് തന്നെ നമുക്ക് പിരിച്ചു കഴിഞ്ഞാൽ അത് ലത്തീൻ പദമാണ്, പ്രൊമിത്തരെ എന്നുള്ള ഒരു വാക്കിൽ നിന്നാണ് ഇംഗ്ലീഷുകാരൻ പ്രോമിസ് എന്നുള്ള വാക്കെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ധാതു അനുസരിച്ച് പിരിച്ചു കഴിയുമ്പോൾ പ്രൊമിത്തരെ എന്നുവെച്ചാൽ എൻ്റെ അർത്ഥം ടു പുൾ ഔട്ട് എന്നാണ്, വലിച്ചു പുറത്തെടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വലിച്ചു പുറത്തെടുക്കുന്നത്? വാക്കിൻ്റെ ഉള്ളിൽ ദാനം വെച്ചിട്ടുണ്ട് ദൈവം, അതാണ് നമ്മൾ വലിച്ചു പുറത്തെടുക്കുന്നത്. അതിനാണ് ഈ വാഗ്ദാനം പ്രാപിക്കുന്നത്. ഇവിടെ വാഗ്ദാനം ഇങ്ങനെ വെറുതെ ഇങ്ങനെ നമുക്ക് കാറ്റ് കൊള്ള പോലെ ഒന്നും ഇപ്പോൾ കാറ്റുണ്ടെങ്കിൽ നിന്ന് കൊടുത്താൽ കൊള്ളാൻ പറ്റേ, പക്ഷേ വാഗ്ദാനം നിന്ന് കൊടുത്താൽ പ്രാപിക്കത്തില്ല. ഇപ്പോൾ വെളിച്ചം നിന്നെ കാണുന്നുണ്ടല്ലോ, അത് നിന്നാൽ മതി. പക്ഷെ വെളിച്ചം പ്രാപിക്കണ പോലെ വാഗ്ദാനം പ്രാപിക്കാൻ പറ്റുകയില്ല. വി മസ്റ്റ് പുൾ ഔട്ട് പ്രമിത്തരെ. അതെങ്ങനെ പുൾ ഔട്ട് ചെയ്യണത്? നമുക്ക് ദൈവത്തിൻ്റെ വാക്കിൻ്റെ ഉള്ളിൽ ആണ് നമ്മുടെ അനുദിന ജീവിതത്തിനും വരാൻ പോണ ജീവിതത്തിനുമുള്ള ദാനങ്ങൾ വെച്ചിരിക്കുന്നത്. ഈ ദാനങ്ങൾ നമ്മൾ പുൾ ഔട്ട് ചെയ്യണം എങ്ങനെയാണ്? ഒന്ന് വിശ്വാസം കൊണ്ട്, രണ്ടാമത്തത് പ്രത്യാശ കൊണ്ട്, മൂന്നാമത്തത് സ്നേഹം കൊണ്ട്, നാലാമത്തത് സമർപ്പണം കൊണ്ട്. അപ്പോൾ 4 കാര്യങ്ങൾ കൊണ്ടാണ്, അതാണ് ഉടമ്പടി ഇത്രയും കത്തി ജ്വലിക്കാൻ കാര്യം. ഇതെല്ലാം
ഒരു മനുഷ്യന് വാഗ്ദാനം പ്രാപിക്കാനുള്ള എല്ലാ ചേരുവകളും ഉള്ള ഒരേ ഒരു പ്രാർത്ഥനയാണ് ഈ മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത്. അതാണ് എല്ലാ തരം മനുഷ്യരെയും ഉടമ്പടിയിൽ അനുഭവം കൊണ്ടേണ്ട കാര്യം അതാണ്. അപ്പോൾ ഈ വാഗ്ദാനത്തെ പ്രാപിക്കുന്നതിന് ഉടമ്പടി കുറേയധികം ചിട്ടവട്ടങ്ങളും നടപടിക്രമങ്ങളുണ്ട്. പക്ഷെ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ വചനം എന്താ പറയണത്? എല്ലാ വാഗ്ദാനങ്ങളും ക്രിസ്തുവിൻ അതേന്നാണെന്ന്. കാര്യം വെച്ചാൽ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 8855 വാഗ്ദാനം ഉണ്ടല്ലോ, അത് പ്രാപിക്കുന്നതിന് 3 in 1 എന്ന് പറയത്തില്ലേ. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുക? 8855 in 1 അതാണ് ക്രിസ്തു. ക്രിസ്തുവിനെയാണ് നമ്മൾ സ്വീകരിക്കണമെങ്കിൽ ഈ വാഗ്ദാനം നമുക്ക് ഒരുമിച്ച് കിട്ടുകയില്ല. ഇഹത്തിലും പരത്തിലുമുള്ള വാഗ്ദാനങ്ങൾ, എല്ലാ വാഗ്ദാനം ക്രിസ്തുവിൻ അതേ തന്നെയാണ്. അടുത്ത വചനം എന്താണ് എൻ്റെ കൂടെ ഉള്ളത്? 1:20 കൂടെ ഉള്ളത് എന്താണ്? അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. അപ്പൊ ഏത് ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവമഹത്വത്തിന്റെ ശുശ്രൂഷകൾ ചെയ്യണം. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇപ്പം നമ്മൾ റോമ 1:20 എന്താ 4:20 എന്താ പറയണത്? ദൈവത്തെ മഹത്വപ്പെടുന്നത് വിശ്വാസത്തിൽ വളരുവിൻ. വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ എന്ന് പറയുന്നത് എന്താണ്? അത് ഗലാത്യർ 5:6 എന്താ പറയണത്? സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം. അപ്പം വിശ്വാസം സ്നേഹത്താൽ പ്രവർത്തനക്ഷമമാണെങ്കിൽ നമുക്കത് ക്രിസ്തുവിനെ കിട്ടും. അപ്പം നമ്മൾ ഓരോ വിഷയത്തിനും എനിക്കിപ്പോൾ മകളുടെ കല്യാണം നടക്കണം, അതുപോലെ തന്നെ എനിക്കിപ്പോൾ നിത്യജീവൻ വേണം, അനുദിന ജീവിതത്തിന് ജോലി വേണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിൽ അതേം തന്നെയാണ്. അപ്പോൾ നമ്മളെന്താ പറയണത്? കർത്താവേ നീ എന്നിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കണം. എന്താണ്? എല്ലാ വാഗ്ദാനം ക്രിസ്തുവിലതാണ്. അതാണ് അമ്മ പറയണത്, അവൻ പറയണ പോലെ ചെയ്യാൻ. അതാണ് സംഭവം. അതാണ് എല്ലാ വാഗ്ദാനം ക്രിസ്തുവിൽ അതേ. എന്താ കൊളോസ്യസ് 3:11 പറയത്തില്ലേ? എന്താ പറയണത്? ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. അതെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് കണ്ടിട്ടാണ് എല്ലാ വാഗ്ദാനം ക്രിസ്തു അതേ തന്നെയാണ്. അതുകൊണ്ട് അവൻ പറയുന്ന പോലെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ സംഭവിക്കുന്നത്? ഈ പറഞ്ഞ പോലെ ദൈവമഹത്വത്തെ കരയറ്റുകയാണ് ചെയ്യണത്. അതോടുകൂടി അവൻ പറയുന്ന പോലെ ചെയ്യുമ്പോൾ ഉടമ്പടിയിൽ ദൈവമഹത്വം കരയറ്റുകയാണ് ചെയ്യണത്. അതുവഴി നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിക്കുകയാണ് ചെയ്യണത്. അതുവഴി ക്രിസ്തുവിലുള്ള എല്ലാ വാഗ്ദാനങ്ങളും നമ്മൾ അനുഭവിക്കണം അനുദിന ജീവിതത്തിലും. അപ്പോൾ ക്രിസ്തുവെ എന്നാൽ നിറയണമേ, എൻ്റെ അമ്മയെ പരിശുദ്ധ കന്യാമറിയത്തിന് മാധ്യസ്ഥ ഞാൻ യാചിക്കുന്നു. അങ്ങ് പറയണ പോലെ ചെയ്ത് ജീവിച്ചുകൊണ്ട് അങ്ങയുടെ വാഗ്ദാനം സമ്പൂർണ്ണമായി പ്രാപിക്കുവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ പേര് നീനു, ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്ന. ഞാൻ ഫസ്റ്റ് ഡേ കൃപാസന മാതാവിനെക്കുറിച്ച് കേൾക്കുന്നത് മമ്മി വഴിയാണ്. മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. മമ്മി ഉടമ്പടി എടുത്ത ടൈമിൽ ഞാൻ ഫൈനൽ ഇയർ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. എനിക്ക് ഫൈനൽ ഇയർ പാർട്ട് എ പാർട്ട് ബി ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ അന്ന് എനിക്ക് പറ്റിയിരുന്നില്ല. ഇപ്പോൾ എന്തായാലും ഞാനത് പറയാം. കാരണം ഫൈനൽ ഇയർ പാർട്ട് എയും പാർട്ട് ബി ആണ്. പാർട്ട് എയിൽ 4 സബ്ജക്റ്റും പാർട്ട് ബിയിൽ 4 സബ്ജക്റ്റുമാണ്. പാർട്ട് എയിൽ 4 സബ്ജക്റ്റിൽ എനിക്ക് 3 ഞാൻ ഫെയിലായി. പിന്നെ 3 മാസം കഴിയുമ്പോഴാണ് പാർട്ട് ബിയുടെ 4 സബ്ജക്റ്റ് വരുന്നത്. അപ്പോൾ ആ പാർട്ട് ബിയുടെ സമയത്ത് ഈ 4 സബ്ജക്റ്റും 3 സബ്ജക്റ്റും കൂടി ഒന്നിച്ച് എഴുതിയെടുക്കണം. അപ്പോൾ ടോട്ടൽ 7 സബ്ജക്റ്റാണ്. എൻ്റെ വീട്ടുകാർക്ക് സത്യം പറയുകയാണെങ്കിൽ എന്നിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഒറ്റ അറ്റംപ്റ്റിൽ പാസ്സാകുമെന്ന് അവർ തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. മമ്മിയാണെങ്കിൽ കാശുരൂപം മമ്മി പറഞ്ഞു, നീ ഇത് മുറുക്കെ കൈ പിടിച്ച് പ്രാർത്ഥിക്കാം, നീ പഠിക്കുന്ന സമയത്ത് അത് കൈ പിടിക്കാൽ മാലയെ തൂക്കിയിടാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് കയ്യിൽ മാത്രമേ ഞാൻ പിടിച്ചുള്ളൂ, മാലയിലൊന്നും ഞാൻ വെച്ചില്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് ഫുൾ ടൈം അതെൻ്റെ കയ്യിൽ ഞാൻ മുറുകെ പിടിക്കുമായിരുന്നു. ഒരു കൈ വേർക്കുമ്പോൾ ഞാൻ ആ ലോക്കറ്റ് എടുത്ത് അപ്പുറത്തെ കയ്യിൽ ഞാൻ മുറുകെ പിടിക്കും. ആകെ വാഷ്റൂമിൽ പോകുന്ന സമയത്തും ഫുഡ് കഴിക്കുന്ന സമയത്തും അല്ലാണ്ട് ആ ഫുൾ ടൈം ആ കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എക്സാമിൻ്റെ സമയത്താണെങ്കിലും ഞാനത് മുറുക്കെ കൈ പിടിച്ചിട്ടായിരുന്നു ഞാനത് എഴുതിക്കൊണ്ടിരുന്നത്. പൊതുവേ എൻ്റെ ഇതിൽ 3 സബ്ജക്റ്റിൻ്റെ എക്സാം കഴിയുമ്പോഴത്തേക്കും 4ാമത്തെ ആകുമ്പോഴത്തേക്കും എനിക്ക് ഒട്ടും പഠിക്കാൻ പറ്റാണ്ട് വരും. ഇത് 7 സബ്ജക്റ്റ് ഒറ്റ സ്ട്രെച്ചിലായിരുന്നു, ഓൾട്ടർനേറ്റ് ഡേയ്സിലായിട്ടായിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. ലാസ്റ്റ് എല്ലാ സബ്ജക്റ്റും വലിയ കുഴപ്പമില്ലാണ്ട് എനിക്ക് എഴുതാൻ പറ്റി. ലാസ്റ്റത്തെ സബ്ജക്റ്റ് സർജറിയിൽ എനിക്ക് പേപ്പർ ഇച്ചിരി ടഫായിരുന്നു. പിന്നെ പോരാഞ്ഞിട്ട് ഞാൻ എഴുതിയിരിക്കുന്ന ആൻസർ ഏകദേശം തെറ്റായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ തെറ്റ് ആൻസേഴ്സ് എല്ലാം ഞാൻ റെഡ് കളർ പെൻസിലോട് ഞാൻ എല്ലാം ഹൈലൈറ്റ് ചെയ്ത് വെച്ചു. ഞാനാണെങ്കിൽ പൊതുവെ എൻ്റെ എക്സാംസ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എൻ്റെ റൂംമേറ്റിനോട് ഞാനിത് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞപ്പം അവൾ മുഖം ഒരുമാതിരി ഒരു ഡൗട്ട് എന്ന രീതിയിലായിരുന്നു വെച്ചത്, പാസ്സാകില്ല എന്നുള്ള രീതിയിൽ. അപ്പം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ആ സബ്ജക്റ്റ് ഞാൻ പൊട്ടുമെന്നുള്ളതിൽ എനിക്ക് നല്ലൊരു ഉറപ്പുണ്ടായിരുന്നു. മാർക്ക് വന്നു, കറക്റ്റ് 50 മാർക്കിൽ ഞാനത് പാസ്സായി. എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല ഞാൻ പാസ്സാകും എന്നുള്ളതിൽ. പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട്, അമ്മ മാതാവാണ് അതെന്നെ പാസ്സാക്കിയത്. പക്ഷേ ആ കാശ് രൂപം പിടിച്ചതിൻ്റെ ശക്തിയിലാണ് ഞാൻ എഴുതിയത്. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി ഒന്നും എടുത്തിട്ടുണ്ടായില്ലായിരുന്നു. ഈ മമ്മി രാത്രി നമ്മൾ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഉടമ്പടി പ്രാർത്ഥന ചെല്ലാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ അമ്മാമ്മയ്ക്ക് വേണ്ടി നല്ലൊരു മരണം കിട്ടാൻ വേണ്ടി ഞാൻ അമ്മാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചത് ഓഗസ്റ്റ് സ്വർഗാരോഹണ തിരുനാളിൻ്റെ അന്ന് അമ്മാമ്മയ്ക്ക് നല്ലൊരു മരണം കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പം 15 അല്ലെങ്കിലും ആ മാസം തന്നെ അമ്മാമ്മയ്ക്ക് എല്ലാ മക്കളെ കാണാൻ പറ്റി. അമ്മാമ്മ തന്നെ പറഞ്ഞ് അന്ത്യകൂദാശ നമ്മൾ കൊടുത്തു. എല്ലാ അമ്മാമ്മയ്ക്ക് നല്ലൊരു മരണം കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു. അവിടെ നിന്നവരും എല്ലാവരും പറഞ്ഞു അമ്മാമ്മയ്ക്ക് നല്ലൊരു മരണം എന്നുള്ളത്. അതെനിക്ക് ഉറപ്പുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മാതാവ് തന്നതാണെന്നുള്ളത് അതെനിക്ക് നല്ലൊരു ഉറപ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ 3 വർഷം ഞാൻ പുറത്തോട്ട് പോകുന്ന കാര്യങ്ങൾ നോക്കുന്നു. എല്ലാ കാര്യങ്ങളും ലാസ്റ്റ് സ്റ്റെപ്പിലെത്തും, ഞാൻ അവിടുന്ന് ബ്ലോക്കാകും. പിന്നെ എനിക്കൊന്നും ഫർദർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കോളേജിൽ ഞാൻ ഫീസ് അടയ്ക്കും, അത് കഴിഞ്ഞിട്ട് ഞാനത് വിഡ്രോ ചെയ്യും. അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ ഓർത്തെന്നാൽ കോഴ്സ് ഒന്ന് മാറാം. ഞാൻ BDS ആണ് എടുത്തത്. ഞാനൊന്ന് കോഴ്സ് ഒന്ന് മാറിയെടുക്കാം. കാരണം ഏജൻസിക്കാർ പറയുന്ന കോഴ്സുകൾ എടുത്തിട്ട് ഞാൻ പിള്ളേരായിട്ട് പുറത്തുള്ളവരായിട്ട് ചോദിച്ചപ്പം അതുകൊണ്ട് വലിയ ഉപയോഗമില്ല എന്നവർ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് കോഴ്സ് മാറാമെന്ന് ഞാൻ ഓർത്തു. അപ്പോൾ ഞാൻ നല്ല വലിയ ഏജൻസികൾ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള സാന്റ മോണിക്ക, ജൂബി റിച്ച് ഇന്റർനാഷണൽ ഒക്കെ ഇവരോട് എല്ലാവരോടും ഞാൻ പോകുന്ന സമയത്ത് ഇവരെല്ലാവരും എന്നോട് പറയുന്നത് റിജക്ഷൻ. ഈ കോഴ്സ് എടുത്താൽ ഞാൻ റിജക്ഷൻ. ഞാൻ ഏത് കോഴ്സ് എടുത്താലും അവരെന്നെ അപ്പം റിജക്ഷൻ എന്ന് പറഞ്ഞ് പേടിപ്പിക്കും. അങ്ങനെ 3 വർഷം എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ മമ്മി പറഞ്ഞ് വാ നമുക്ക് അച്ഛനെ കാണാം. അപ്പോൾ എനിക്ക് കൺട്രി കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ മമ്മി പറഞ്ഞു വാ നമുക്ക് അച്ഛനെ കാണാം. അച്ഛൻ തലവെച്ച് കൈവച്ച് എന്നെ പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു തടസ്സമൊന്നും കാണുന്നില്ല, നിനക്ക് പോകാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ കൺട്രിയും എനിക്ക് ഇതുപോലെ തന്നെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ എനിക്ക് കൺട്രിയും എല്ലാം എനിക്ക് ഹെൽപ്പ് ചെയ്തു തന്നു എനിക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ഏജൻസി ത്രൂ ഞാൻ വെച്ചു. ആ ഏജൻസിനെ കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു ഏജൻസി ആയിരുന്നു അതെങ്ങനെയോ ദൈവം എൻ്റെ ചേച്ചിയുടെ ഒരു പേഷ്യൻ്റായിട്ട് വന്ന് ആ ഒരു ചേച്ചി ത്രൂ എനിക്ക് ആ ഏജൻസി ഞാൻ വെച്ചു, എൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ വെച്ചു. അപ്പോൾ ആ ചേച്ചി എനിക്കൊരു പോസിറ്റീവായിട്ട് തന്നു, നിനക്ക് കിട്ടും എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ ഫോർവേഡ് ചെയ്തു. ഞാൻ വെച്ചു. ഓഫർ ലെറ്റർ കിട്ടാൻ നല്ല ഡിലേ, ഒരു 1.5 മന്തോളം എടുത്തു. പിന്നെ ഞാൻ ഫീസ് അടച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ ക്രിസ്മസ് ആയി, ന്യൂ ഇയറിൻ്റെ ലീവ് എല്ലാം വന്നപ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും ഡിലേ ആയിക്കൊണ്ടിരുന്നു ശരിക്കും. അപ്പം ജനുവരി 15 ഞാൻ വെക്കാം എന്ന് പ്ലാൻ ചെയ്ത് ഞാനിവിടെ വന്നു. ഞാൻ പ്രാർത്ഥിച്ചു. വിസയ്ക്ക് വെക്കുന്നതിന് മുന്നേ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചിട്ട് പോലും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ഒരു ഡേറ്റ് ഇട്ടു. ഞാൻ ജനുവരി 15 ഞാൻ വിസ വയ്ക്കുന്നു, ജനുവരി 20. കാരണം ഞാൻ കുറേ കേട്ടിട്ടുണ്ട് 5 ദിവസം കൊണ്ട് വിസ കിട്ടുന്നു, 2 ദിവസം കൊണ്ട് വിസ കിട്ടുന്നു, അങ്ങനെ ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ ഞാൻ ജനുവരി 20 ഞാനൊരു ഡേറ്റ് ഇട്ടു. അന്ന് എനിക്ക് വിസ കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷേ അന്ന് എൻ്റെ ആപ്ലിക്കേഷൻ അവർ വെച്ചിരുന്നില്ല. അവർ ആപ്ലിക്കേഷൻ വെച്ചത് ജനുവരി 27 വെച്ചത്. പിന്നെ അവരെന്നോട് പറഞ്ഞു 5 ഡേയ്സിനുള്ളിൽ വിസ കിട്ടും, 5 to 10 days പറഞ്ഞു. ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് എന്ത് ചെയ്തോട്ട് എനിക്ക് കിട്ടുന്നില്ല. അപ്പം മമ്മി പറഞ്ഞു നീ ഉടമ്പടി എടുക്കുക, ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നിനക്ക് എന്തായാലും കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ വന്നു. വരുന്നതിൻ്റെ അന്ന് രാത്രി ഞാൻ കുറേ പ്രാർത്ഥിച്ചിട്ടാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. മമ്മി പറഞ്ഞു ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ നീ നന്നായിട്ട് ഒരുങ്ങണം, കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുമ്പസാരിക്കാനായിട്ട് ഞാൻ പൊതുവേ ഞാൻ കുമ്പസാരിച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങി വരാറാണ് പതിവ്. അന്നത്തെ ദിവസം എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. ഞാൻ കുറേ ടൈം എടുത്തു. ഞാൻ കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടത്തില്ല. ആ ഒരു എനിക്ക് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ കുർബാനയുടെ പാതിയായപ്പോൾ കയറി കുർബാന കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇറങ്ങി വന്നത്. അപ്പോൾ എൻ്റെ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ചേച്ചി നീ എന്താടി എടുത്ത്, നീ എന്തോ പറഞ്ഞെന്ന് ചോദിച്ചു, എന്തോരം ടൈം എടുത്തേന്ന് പറഞ്ഞ്. പക്ഷേ അത്രയും നാൾ ഞാൻ ചെയ്ത കുമ്പസാരക്കാട്ടിൽ ഏറ്റവും നല്ലൊരു കുമ്പസാരം എനിക്ക് ഉടമ്പടി എടുക്കാൻ പോകുന്നതിന് മുന്നേ എനിക്ക് ചെയ്യാൻ പറ്റി. പിന്നെ ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്തപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും എനിക്ക് പിറ്റേ ദിവസം തന്നെ എനിക്ക് എൻ്റെ വിസ കിട്ടും. പക്ഷേ എനിക്ക് കിട്ടിയില്ല. അപ്പം നമുക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ മമ്മി ഉടമ്പടി എടുക്കുമ്പോൾ കുറേ കാര്യങ്ങൾ മമ്മി ചെയ്യുന്നുണ്ട്. എനിക്കതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ. എനിക്ക് ഏറ്റവും കൂടുതൽ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരു നാണക്കേടല്ല, നമുക്കൊരു ഇവരെന്ത് പറയുക ആൾക്കാർ. മമ്മി പത്രം കൊടുക്കാറുണ്ട് ആൾക്കാർക്ക്. മമ്മി ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ മമ്മി അപ്പുറത്തിരിക്കുന്ന സീറ്റിൽ അന്യമതസ്ഥരാണെങ്കിൽ അവരെ തോണ്ടിയിട്ട് അവർ ഉറങ്ങുവാണെങ്കിൽ ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. മമ്മി അവരിങ്ങനെ ഇത് ചെയ്യാറുണ്ട്. ഒരു വട്ടം മമ്മി എൻ്റെ അപ്പുറത്തിരുന്ന് മമ്മി കൊടുക്കാനിരുന്നു. മമ്മി പറഞ്ഞു എന്തോ മമ്മി ചെയ്യുന്നത്, മിണ്ടാട്ടിരിക്കേ, അവിടെ ഇരിക്കുക, ആ ചേച്ചി ഉറങ്ങുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ മമ്മി നീ ഒന്ന് പോയിക്കേ, അങ്ങനെ വേണം കൊടുക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് മമ്മി അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മമ്മി കൊടുത്തു. അപ്പോൾ എനിക്കതായിരുന്നു എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാം. പക്ഷേ ഈ ഒരു കാര്യത്തിലാണ് എനിക്കൊരു മടി, എനിക്ക് ഭയങ്കര മടി ഉണ്ടായിരുന്നു ഇത് കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ ഉടമ്പടി എടുത്തു, ബൈബിൾ വായിക്കുന്നുണ്ടായിരുന്നു, പ്രാർത്ഥനകളെല്ലാം ചെല്ലുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ജപമാല ചെല്ലാറുണ്ടായി. അത് ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് വർക്കിലോട്ട് പോകുന്നത് ഒരു 30 to 35 മിനിറ്റ്സോളം ഡ്രൈവ് ഉണ്ട്. അപ്പം ആ 30 to 35 മിനിറ്റ്സ് ഞാൻ പൊതുവേ എന്തെങ്കിലും ഇതിന് മുന്നേക്ക് ആണെങ്കിൽ ഞാൻ ഓരോന്ന് ആലോചിക്കും, വെറുതെ ഇരിക്കും, പാട്ടൊക്കെ കേൾക്കും, അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ 30 to 35 മിനിറ്റ്സ് ഞാൻ ജപമാല ചെല്ലാൻ തുടങ്ങി. സത്യം പറയാൻ എൻ്റെ വീട്ടുകാർക്ക് പോലും അറിയത്തില്ല.
ഞാൻ ഏകദേശം അന്നത്തെ ദിവസം ഒരു 7 ജപമാല എനിക്ക് ഒറ്റയ്ക്ക് സെൽഫായിട്ട് എനിക്ക് ചെല്ലാൻ പറ്റും. പിന്നെ ക്ലിനിക്കിൽ വെച്ചിട്ട് ഞാൻ ഒരു ജപമാല ചെല്ലും, വീട്ടിൽ വരുമ്പോൾ വീണ്ടും ഒരു ജപമാല ചെല്ലും. അങ്ങനെ എനിക്ക് കുറേ ജപമാലകൾ എനിക്ക് ചെല്ലാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഞാൻ ജപമാലയിൽ ചെല്ലും, ബൈബിൾ വായിക്കും, ബൈബിൾ ഹാഫ് ആൻ അവർ വായിക്കും, അച്ഛൻ്റെ ധ്യാനങ്ങൾ കുറേ കേൾക്കും. സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഓക്കെ നമുക്ക് കിട്ടും, ദൈവം നടത്തി തരും എന്നുള്ളൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ ലാസ്റ്റ് ഡേ വന്നപ്പോഴത്തേക്കും ഞാൻ കരുതി ഓക്കെ ഇതിപ്പോൾ എന്തായാലും കിട്ടത്തില്ല, എൻ്റെ ഹോപ്പെല്ലാം പോയി തുടങ്ങി. കാരണം ഇന്നാണ് ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ഓറിയൻറ്റേഷൻ. ഈ മൺഡേ എനിക്ക് ക്ലാസ് തുടങ്ങും. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഞാൻ പോകുന്നതിൻ്റെ ഒരു വീക്ക് മുന്നെങ്കിലും എനിക്ക് വിസ താ. കാരണം ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോഴും എനിക്ക് തന്നില്ല. അന്ന് അറ്റ്ലീസ്റ്റ് വിസ എനിക്ക് ക്ലാസ് തുടങ്ങുന്നതിന് 1 വീക്ക് മുന്നെങ്കിലും എനിക്ക് എൻ്റെ വിസ എനിക്ക് തന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു, പക്ഷേ പത്രം മാത്രം ഞാൻ ആർക്കും കൊടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ മമ്മി പറഞ്ഞു സൺഡേ നീ പത്രം കൊടുക്കുക. എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു നാണക്കേട് എൻ്റെ നാട്ടുകാർക്ക് കൊടുക്കുന്നതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ നാട്ടുകാർക്ക് മാത്രമാണ് ഞാൻ ആ പത്രങ്ങൾ കൊടുത്തത്. പുറത്തൊരാൾക്കും ഞാൻ പത്രം കൊടുത്തത്. എനിക്ക് ക്ലിനിക്കിൽ എൻ്റെ ചേച്ചിമാർക്ക് കൊടുക്കാം, പക്ഷെ അവർക്ക് ആർക്കും ഞാൻ കൊടുത്തില്ല. അത് മൊത്തം ഞാൻ എൻ്റെ നാട്ടിലുള്ളവർക്ക് ഞാൻ കൊടുത്തു തീർത്തു ആ പത്രം കൊടുത്ത് തീർത്ത് പിറ്റേ ദിവസം പിന്നെ അടുത്ത മൺഡേ ഇനി 1 വീക്കിൻ്റെ ഒരു ഗ്യാപ്പേ ഉള്ളൂ എനിക്ക്. അപ്പം ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ടൈം എനിക്ക് കാണിച്ചു തരാം. ഞാൻ അതിന് മുന്നേയൊക്കെ ഞാൻ സ്വപ്നങ്ങൾ പറയായിരുന്നു, അറ്റ്ലീസ്റ്റ് സ്വപ്നത്തിലെങ്കിലും എനിക്ക് കാണിച്ചു താ, എന്താ പോകാൻ പറ്റൂല്ല. 3 വർഷം ഞാൻ ഇതിന് വേണ്ടിയിട്ട് പുറകെ നടക്കാൻ തുടങ്ങി. ആൾക്കാർ ചോദിച്ചു തുടങ്ങി, ആൾക്കാർ പറഞ്ഞു തുടങ്ങി നീ പോകാറായില്ലേ, നിൻ്റെ എന്തായി എന്നൊക്കെ. അപ്പം എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ തീരുമാനിക്കാത്തവർ തന്നെ അവർ നേരത്തെ തന്നെ പോയി. ഞാനാണെങ്കിൽ പ്ലാൻ ചെയ്ത് എങ്ങും എത്തുന്നില്ല. എന്നിട്ട് ഞാൻ അന്നത്തെ ദിവസം രാവിലെ എഴുന്നേറ്റ് മൺഡേ ഞാൻ പറഞ്ഞു മാതാവേ ഇതും കൂടിയുള്ളൂ, ഈ ഒരു ദിവസം കൂടിയുള്ളൂ എനിക്ക്, ഇനി അങ്ങോട്ടേക്ക് ഞാൻ ചോദിക്കത്തുമില്ല, ഒന്നും ഞാൻ ചെയ്യത്തില്ല. തരുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ മൺഡേ തരാം, ഇല്ലെങ്കിൽ എനിക്ക് തരണ്ട, ഞാൻ ഇനി നോക്കത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു. എന്നിട്ട് മൺഡേ ഞാൻ മൊബൈൽ പ്രതീക്ഷകരുടെ പ്രാർത്ഥന ചെല്ലുന്ന മമ്മി വിളിച്ച് പ്രതീക്ഷകരുടെ പ്രാർത്ഥന ചെല്ലുന്ന ലാസ്റ്റത്തെ ആ 2 സർവസ്നപിതാ നന്മ പറഞ്ഞ ഞാൻ ഫോൺ എടുത്ത് ഞാൻ നോക്കിയപ്പം വീണ്ടും സ്റ്റാറ്റസ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ കാണിച്ചത്. പ്രത്യേകിച്ച് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അതിലൊന്നും കാണിച്ചില്ല. അതിൽ നോക്കുമ്പോൾ ഇനീഷ്യൽ അസസ്മെൻ്റ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, അതൊന്നും ആയിട്ടില്ല അവർ. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി എന്തായാലും നടക്കത്തില്ല. അപ്പോൾ ഞാനൊരു 2 മണി വരെ ഞാനൊരു ടൈം വെച്ചായിരുന്നു, ചിലപ്പോൾ കിട്ടും കിട്ടില്ല എന്നുള്ളത്. അപ്പം പൊതുവേ കുടുംബടി പ്രതീക്ഷകരണ പ്രാർത്ഥന ചൊല്ലിക്കേണ്ട ഒരു 10-15 മിനിറ്റ് ഞാനൊന്ന് കിടക്കാറുണ്ട്. അപ്പോൾ ആ കിടക്കുന്നത് ഡീപ്പ് സ്ലീപ്പിലോട്ടൊന്നല്ല പോകുന്നത്, പക്ഷെ ഒരു സാധാ ഒരു സ്ലീപ്പിലോട്ട് അത് പോകുന്നത്. പക്ഷെ ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കുറേ പേപ്പേഴ്സ് കട്ടിക്ക് ഇരിക്കുന്നത് കണ്ടു. പക്ഷെ ആ പേപ്പേഴ്സ് എല്ലാം ഈ മാത്സിൻ്റെ കണക്ക് എഴുതിയ ടൈപ്പുള്ള പേപ്പേഴ്സുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഞാൻ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു തപ്പിക്കൊണ്ടിരുന്നത്. ഞാൻ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് തപ്പുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനാണെങ്കിൽ ബ്ലോക്ക് ലെറ്റേഴ്സിൽ ഗ്രീൻ കളറിൽ ഞാൻ കണ്ടു ഗ്രാൻഡഡ് എന്ന് പറഞ്ഞ് ഓരോ അക്ഷരങ്ങൾ എടുത്തെടുത്ത് കാണിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ എൻ്റെ വീട്ടുകാരോട് പോലും ഞാൻ പറഞ്ഞില്ല, കാരണം എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല ഇതിപ്പോൾ ഞാൻ കൂടുതൽ പ്രതീക്ഷിച്ചിട്ട് ഞാൻ കാണുന്നതാണോ എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഇത് ഇന്നത്തേക്ക് എനിക്ക് കിട്ടുവാണെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട്, അത് മാതാവ് ചെയ്തെന്നാണെന്ന് എനിക്ക് ഉറപ്പുണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു. അന്ന് തന്നെ ഒരു 3 മണി ഞാൻ ഇനി നോക്കുന്നില്ല എന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒരു പേഷ്യൻറ്റ് നോക്കിക്കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ ഫൈനലൈസ് എന്ന് പറഞ്ഞ് കാണിച്ചു. എനിക്ക് ഗ്രാൻഡഡ് എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടി. അത് ആ മൺഡേ തന്നെ ഞാൻ പ്രാർത്ഥിച്ച മൺഡേ തന്നെ എനിക്ക് കിട്ടി. ഏജൻസിക്കാർ എന്നോട് പറഞ്ഞു തന്നില്ല, ഏജൻസിക്കാർ എനിക്ക് ഫൈനലൈസ് ചെയ്ത് പിറ്റേ ദിവസമാണ് ട്യൂസ്ഡേ. ഞാൻ അവരോട് പറയുക ചെയ്തത് എനിക്കിങ്ങനെ മൺഡേ കിട്ടിയിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അവരെ ചെക്ക് ചെയ്തപ്പം ട്യൂസ്ഡേ എനിക്ക് ഗ്രാൻഡഡ് എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടി. പിന്നെ എനിക്കിപ്പം ഇനിയിപ്പോൾ 3 to 4 ഡേയ്സ് ഉള്ളൂ എൻ്റെ കാലം. അപ്പോൾ ഞാൻ മാതാവിനോട് സ്റ്റേയിൻ്റെ കാര്യവും ഇതിൻ്റെ ഒക്കെ ഞാൻ ഉടമ്പടിയിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയെന്ന് അറിയത്തില്ല, എനിക്ക് സ്റ്റേ ഇപ്പോഴേ തന്നെ എനിക്ക് ഒരു ഫാമിലി ഫ്രണ്ട്, അത് അമ്മ ത്രൂ എനിക്കന്ന് തോന്നിക്കുന്നത്, ഫാമിലി ഫ്രണ്ട് ത്രൂ എനിക്കൊരു സ്റ്റേ കിട്ടിയിട്ടുണ്ട്. അതും പെട്ടെന്ന് തന്നെ പോകുന്നു, ഇവിടെ സ്റ്റേ ഉണ്ട്, ഒരിടം കിട്ടുന്നോടം വരെ നീ ഇവിടെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വേറൊരു ചേട്ടൻ, എനിക്ക് ഒരു പരിചയമില്ലാത്തൊരു ചേട്ടനാണ്. ആ ചേട്ടനാണെങ്കിൽ എനിക്ക് ഇന്നൊക്കെ സബ്ജക്റ്റ് ഇച്ചിരി ടഫാണ്, ഈ സബ്ജക്റ്റിന് കുറച്ച് ടൈം കൊടുക്കണം, വേണ്ട സാധനങ്ങൾ എല്ലാ കാര്യങ്ങളൊക്കെ എനിക്ക് നേരത്തെ തന്നെ എനിക്കെല്ലാം പറഞ്ഞു തന്നു. എനിക്ക് ഉറപ്പുണ്ട് ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് കിട്ടിയേക്കുന്നത്. ദൈവത്തിന് മാതാവിന് 1000 നന്ദി. വ്യക്തിപരമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചതെന്ന് പറയുകയാണെങ്കിൽ, ഞാൻ പൊതുവേ ബൈബിൾ വായിക്കാത്തൊരു വ്യക്തിയാണ്. ഞാൻ ബൈബിള് മമ്മിക്ക് തന്നെ അറിയാം, ഞാൻ പ്രാർത്ഥന ചെല്ലാനിരിക്കുന്ന സമയത്തായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ സംസാരം. പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ ബൈബിള് ഞാൻ ഹാഫ് ആൻ അവർ വായിച്ചു തുടങ്ങി. ഇപ്പം എന്തെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് ബൈബിൾ വായിച്ച ഒരു വട്ടം ഞാനിങ്ങനെ
ഭയങ്കര വിഷമത്തിലിരുന്നപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ബൈബിളിലൂടെ സംസാരിക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അറ്റ്ലീസ്റ്റ് സംസാരിക്കുക, എല്ലാവരും പറയാണ് ബൈബിളിലൂടെ സംസാരിക്കാറുണ്ടെന്നുള്ളത്. അപ്പോൾ എന്നോട് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു വാക്ക് സംസാരിക്കാൻ ആയിട്ട് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു വചനം കിട്ടിയത്. ഡു നോട്ട് ബി അഫ്രൈഡ്, ഐ എം വിത്ത് യു, ഐ എം യുവർ ഗോഡ്, ലെറ്റ് നത്തിങ് ടെറിഫൈ യു, ഐ വിൽ മേക്ക് യു സ്ട്രോങ് ആൻഡ് ഹെൽപ്പ് യു. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വചനം എനിക്ക് കിട്ടി. അപ്പം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ദൈവം എനിക്ക് തരുമെന്നുള്ളത്. പിന്നെ ഞാൻ കുറേ ധ്യാനങ്ങൾ കൂടാൻ തുടങ്ങി. വെറുതെ ഇരിക്കുന്ന സമയത്ത് പാട്ട് കേൾക്കുന്നതിന് പകരം ഞാൻ ധ്യാനം കൂടാൻ തുടങ്ങി. അതിന് മുന്നേ ഞാൻ കൊറിയൻ സീരീസ് ഇഷ്ടം പോലെ കാണാറുണ്ടായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ അഡിക്റ്റ്, എൻ്റെ ചേച്ചീനെ പറയാറുണ്ട് നീ അഡിക്റ്റ് ആണെന്ന് പറയാറുണ്ട്. അപ്പം ഇപ്പം അതെല്ലാം ഞാൻ കുറച്ചു എന്നല്ല, ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ ചിലപ്പോൾ ഒരു എപ്പിസോഡ് അങ്ങനെ കാണാൻ വെച്ചാൽ ഞാൻ ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു 3 ദിവസം കൊണ്ട് ഒരു എപ്പിസോഡല്ല, ഒരു സീരീസ് മൊത്തം ഞാൻ തീർക്കാറുണ്ട്. അത് 1.5 മണിക്കൂറിൻ്റെ സീരീസാണ്. അതെല്ലാം ഞാൻ മാറ്റി. ഞാൻ ഇപ്പോൾ ധ്യാനം കൂടി തുടങ്ങി, പ്രാർത്ഥിച്ചു തുടങ്ങി, ജപമാല ചൊല്ലി തുടങ്ങി. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവങ്ങളാണ് ഇപ്പം വളരെ വ്യക്തമായിട്ട് സാക്ഷ്യം ഈ മകൾ പറയുന്നുണ്ട്. ഇപ്പോൾ വിദേശത്തേക്ക് പോകുന്നത് ബന്ധപ്പെട്ട സാക്ഷ്യമാണ്. അതിലെങ്ങനെയാണ് ഈ ഒരു ഉടമ്പടിയിലെ വസ്തുക്കൾ, ഇപ്പം അമ്മയാണ് ഉടമ്പടി എടുത്തത്, അമ്മയാണ് ഇതിനുള്ള ഡിറക്ഷൻസൊക്കെ കൊടുക്കുന്നത്. ഇപ്പോൾ ദൈവം സഹായിച്ചിപ്പം ഓരോ പ്രൊഫഷണൽ ഫീൽഡിൽ മക്കൾ പഠിക്കുമ്പോൾ അവർക്ക് സെപ്പറേറ്റായിട്ട് ഉടമ്പടി എടുക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയതായിട്ട് ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം ഓരോരുത്തരും ഇപ്പോൾ അമ്മമാർ പ്രാർത്ഥിച്ചിട്ട് മക്കൾ അനുഭവം കിട്ടിയാലും ഒരു പരിധിവരെ അവർക്ക് അത്രത്തോളം അതിൽ ആഴപ്പെടും എന്നുള്ള കാര്യം സംശയമാണ്. അപ്പം ഒരാൾ വ്യക്തിപരമായിട്ട് ദൈവത്തെ അല്ലെങ്കിൽ മാതാവിനെ കൈക്ക് പിടിച്ചുകൊണ്ട് ഒരാൾ വ്യക്തിപരമായിട്ടൊരു വിശ്വാസത്തിൽ യാത്ര ചെയ്യുന്നതും ഒരാളുടെ പ്രാർത്ഥനയുടെ മധ്യസ്ഥ സഹായത യാത്ര ചെയ്യുന്നതും രണ്ട് രീതിയിലുള്ള യാത്രയാണ്. അപ്പോൾ ഈ മകൾ സാക്ഷ്യം പറയുമ്പം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് യേശുവിനെ തേടുന്ന ഒരു വ്യക്തി ആദ്യം എടുക്കേണ്ടത് ബൈബിളാണെന്നുള്ളത് വലിയൊരു സത്യമാണ്. അതിപ്പം ഇവിടെ സാക്ഷ്യം പറയുന്നത് ഈശോ അത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടിയിൽ വലിയൊരു നിബന്ധനയായിട്ട് അരമണിക്കൂർ ബൈബിൾ വായന വെക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. പക്ഷേ തുടക്കത്തിൽ അതിനൊരു അഭിഷേകവും സ്നേഹവും നമുക്ക് തോന്നിയില്ലെങ്കിൽ പോലും പതുക്കെ ഈശോയെ തേടിയുള്ള അല്ലെങ്കിൽ ഈശോയെ അനുഭവിക്കാനുള്ള ഈ ഉടമ്പടിയുടെ യാത്രയിൽ എവിടെയെങ്കിലും വെച്ച് ദൈവം നമുക്കതിനുള്ളൊരു അഭിഷേകം തരും. അത് ഇപ്പോൾ ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ഏത് മതത്തിൽ നിന്നുള്ളവരാണെങ്കിലും അവരുടെയൊക്കെ വിശ്വാസയാത്രയിൽ ഒരുപക്ഷെ അവർക്ക് അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പോലും അറിയാതിരിക്കുമ്പോൾ പോലും ദൈവം അതിലൂടെ സംസാരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ കർത്താവ് വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ഈശോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളോടുള്ള സംഭാഷണം നടക്കുന്നത് വ്യക്തിപരമായ പ്രാർത്ഥനയോടെ ലഭിക്കുമെങ്കിലും ഈശോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംസാരം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ തന്നെയാണ് എന്ന് ഇവിടെ സാക്ഷ്യങ്ങൾ പരിശോധിക്കും. നേരത്തെ പറഞ്ഞ 2 സാക്ഷ്യത്തിലും അവരും പറയുന്നത് ഇതാണ്, ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് തുറക്കുമ്പോഴൊക്കെ ഈശോനോട് സംസാരിച്ചത് എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നുള്ളതാണ്. അപ്പോൾ ഇത് ദൈവം ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഈശോയെയും മാതാവിനെയും ചേർത്തുള്ളൊരു യാത്ര എത്രത്തോളം ഫലവത്താവുന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്. കർത്താവ് അത് ആഗ്രഹിക്കണില്ല. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥത്തെയും വിശുദ്ധ വചനത്തെയും ദിവ്യകാരുണ്യത്തെയും എല്ലാം നമ്മൾ ഒരു തട്ടിൽ തന്നെ കാണുന്ന കാര്യവും തന്നെയാണ്. അപ്പം ഇത് എപ്പോഴും ഒരു വിശ്വാസി അല്ലെങ്കിൽ യേശുവിനെ തേടുന്ന ഒരാൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം വിശുദ്ധ ഗ്രന്ഥത്തിനോട് അടുപ്പമുള്ളതായിരിക്കണം. കാരണം കർത്താവിന് നമ്മളോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ തന്നെയും കർത്താവിന് ഏറ്റവും കൂടുതൽ ഈശോ ഉപയോഗിക്കാൻ സാധ്യതയുള്ളത് ഈ വിശുദ്ധ വചനത്തെയാണ്. അപ്പം ഇതുമായിട്ടൊരു ബന്ധമാണ്. അതുകൊണ്ടാണ് ബൈബിൾ വായന അരമണിക്കൂറാക്കുമ്പം നമുക്ക് തന്നെ തോന്നും ഓരോ ദിവസം വായിക്കുമ്പോൾ ഇതെൻ്റെ ജീവിതത്തോട്. രണ്ടാമത്തേത് ഇപ്പോൾ ഈ മകളുടെ സാക്ഷ്യത്തിൽ നിന്നാണെങ്കിൽ ഈ ആരാധനകളും സാക്ഷ്യങ്ങളും ഇപ്പം നമ്മൾ എന്ത് കാണുന്നു എന്ത് ചിന്തിക്കുന്നു അത് നമ്മുടെ ജീവിതത്തിൽ വല്ലാത്തൊരു ഇൻഫ്ലുവൻസ് ചെലുത്തും. അതെന്താണെങ്കിലും ഒന്നെങ്കിലും നമ്മൾ നന്മയോ അല്ലെങ്കിൽ നന്മയല്ലാത്തതോ അല്ലെങ്കിൽ തിന്മയോ കാര്യത്തിൽ എപ്പോഴും മനസ്സ് വ്യാപൃതമാണ്. അപ്പം ഈ ഓൺലൈനിലുള്ള സാക്ഷ്യങ്ങൾ കേൾക്കണമെന്നും ആരാധന കൂടണമെന്നൊക്കെ ആവർത്തിച്ച് പറയുന്നത്, ഇവിടെ ഒരു സാക്ഷ്യം കേൾക്കുന്നുണ്ട്, ഇവിടെ സാമ്പത്തികമായിട്ടൊരു ലാഭവും ലഭിക്കുന്നില്ല. പക്ഷേ നമ്മൾ വ്യക്തിപ്പോൾ ഓരോ അനുഭവം നിങ്ങൾ സാക്ഷ്യം പരിശോധിച്ചത് ഓരോരുത്തരും ഹൃദയം കൊണ്ടാണ് സംസാരിക്കുന്നത്. ഏത് മതത്തിലുള്ള ഏത് സാക്ഷ്യങ്ങളാണെങ്കിലും അവരുടെ ജീവിതത്തിൽ അവർ കണ്ട ക്രിസ്തുവിനെ നമുക്ക് പറഞ്ഞു തരാനുള്ള ശ്രമമാണ് അവർ നടത്തിയ യാത്രയിൽ. അപ്പോൾ അത് പ്രാർത്ഥനയോടെ കേൾക്കുന്ന വ്യക്തിക്ക് എത്ര പേരാണ് വന്ന് പറയുന്നത് ആ സാക്ഷ്യം കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. അപ്പം ഇതിനൊരു അഭിഷേകത്തിൻ്റെ ഒരു തലമുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥിച്ച് കേൾക്കുക എന്ന് പറയുന്നത് അവിടെയാണ് ഈ കുമ്പസാരം. അപ്പോൾ ഈ ഉടമ്പടിയിൽ ലഭിക്കുന്ന അത്ഭുതം എന്ന് പറയുന്നത് ഈ എല്ലാ കാര്യങ്ങളും ഒറ്റൊരു നിബന്ധനയായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കും. അതിൽ കുടുംബ പ്രാർത്ഥനയുണ്ട്, കുമ്പസാരമുണ്ട്, വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ട്. ഇതെല്ലാം ചെയ്തിട്ട് ഒരാൾ സാക്ഷ്യം കേൾക്കുന്നതും അല്ലാതെ എപ്പോഴെങ്കിലും ഒന്ന് വെറുതെ കേൾക്കണം തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഒരുങ്ങി നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നതും വെറുതെ കേൾക്കണതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ടെന്ന് പറയുന്നത് വളരെ എളുപ്പം. അപ്പം ഒരു പരീക്ഷ പോലെ നമ്മൾ ഒരുങ്ങി പരീക്ഷ എഴുതുമ്പോൾ അതിൻ്റെ വ്യത്യാസം ഉണ്ടാകുന്ന പോലെ ആത്മാവിൻ്റെ കാര്യത്തിൽ ഒരുക്കമുള്ളവരാകുമ്പോൾ ദൈവം സംസാരിക്കും. അത് വ്യക്തി അനുഭവമാണ്. അത് ഇപ്പോൾ ഒരുപാട് പേര് സാക്ഷ്യം പറയുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഉടമ്പടി എടുക്കുന്നവർക്ക് എന്താണ് ഇതിനു വേണ്ടി ദൈവാനുഭവം ഉണ്ടാകുന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കാര്യം. അവരതിനുവേണ്ടി സമയം കണ്ടെത്തുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ ഈ മകളും എവിടെയോ പോയി അമ്മയോടൊപ്പം ഉടമ്പടി ജീവിതത്തിലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമം നടത്തുന്നുണ്ട്. പിന്നെ ഈ പത്രം എല്ലാവർക്കും തുടക്കത്തിലൊരു വിഷയമാണ്. അപ്പോൾ എന്തിനാണിത് നൽകുന്നതെന്നുള്ളതുള്ള കാര്യം ഒരുപാട് സാക്ഷ്യത്തിൽ ആവർത്തിച്ച് സാക്ഷ്യങ്ങളിലൂടെ ഒരുപാട് പേര് പറയാനുണ്ട്.
അച്ഛൻ പറഞ്ഞത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ക്രിസ്തുവിനെ കൈമാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഇന്നിവിടെ ഒരു ദേവാലയത്തിൽ ഇരിക്കുന്നതും ഇവിടെ ഒരു ഈശോയും മാതാവിനെയൊക്കെ നമ്മൾ പരിചയപ്പെടാൻ ഇടവന്നത് ഇതുപോലെ ആരോ അപ്പോസ്തലന്മാരും അല്ലെങ്കിൽ യേശുവിൻ്റെ മിഷണറിമാർ നാടും ഊരും വിട്ട് ഇവിടെ വന്ന് കർത്താവിനെ മാതാവിനെ കുറിച്ച് പറഞ്ഞു തന്നതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഇന്നൊരു ക്രിസ്തുവും മാതാവിനെ നമുക്ക് പരിചയപ്പെടാം. അല്ലാതെ നമ്മൾ പരിചയപ്പെടാനുള്ള ഒരു സാധ്യത നമുക്കില്ല. അപ്പോൾ കർത്താവ് ഇങ്ങനെ നടത്തുന്ന യാത്രകൾ ആശീർവദിക്കുന്നു എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ്. കർത്താവാണ് നീ അറിഞ്ഞ കർത്താവിനെ ഈ ലോകമെമ്പാടും നടന്ന് പ്രഘോഷിക്കണം എന്നുള്ളത് കൽപ്പനയാണ്. അത് കർത്താവിന് വേണമെങ്കിൽ ചെയ്യുന്നുള്ളവരാണ്. അത് ക്രിസ്തുവിനെ അറിഞ്ഞവർ, അത് ആരാണെങ്കിലും. പക്ഷേ ഇത് ക്രിസ്തുവിനെ യഥാർത്ഥ അനുഭവം കിട്ടിയവരൊക്കെയും ഹൃദയത്തിൻ്റെ നിറവിൽ അതിനെ നമ്മൾ കർത്താവിനെയും മാതാവിനെയും കുറിച്ച് പറയുവാനായിട്ട് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആരെയും പിടിച്ചു നിർത്തി പറയാനായിട്ട് ഒരു കൺവെൻഷൻ വെച്ചാൽ പോലെ ആളൊന്നും വരുന്നൊരു സമയമല്ല ഇത്. അല്ലെങ്കിൽ പിന്നെ അത്രയും പ്രശസ്തരായവരുടെ കൺവെൻഷനുകളായിരിക്കണം. പക്ഷേ ഈ ഒരു സമയത്ത് ഏറ്റവും എളുപ്പത്തിൽ ഒരാൾ ദൈവത്തിലേക്ക് കടന്നു വരാനുള്ള ഇൻവിറ്റേഷൻ എന്ന് പറയുന്ന ഈ പത്രമാണ്. അവൻ എപ്പോഴെങ്കിലും പ്രാർത്ഥനയോടത് വായിക്കുമെങ്കിൽ ഒരു ആത്മാവിൻ്റെ സാന്നിധ്യം കടന്നു വരാനായിട്ട് ഇടവരും. ഇവിടെ ഈ അൾത്താരി പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ സാക്ഷ്യങ്ങളൊക്കെ ആരംഭിച്ചത് ആരെങ്കിലുമൊക്കെ ഉപേക്ഷിച്ച് വെച്ചിട്ടുള്ള കൊടുത്ത പത്രം വായിച്ചെന്ന് പറയുമ്പോഴാണ്. അത് ദൈവാനുഭവം ആയതുകൊണ്ട് എത്രയോ പേരാണ് ജീവിതത്തിലേക്ക് അത് കരപിടിച്ച് ഉയർത്തുന്നത്. ഒരു പക്ഷേ അത് ഹൃദയത്തോടെ സ്വീകരിക്കുന്നവർക്കാണ്. പക്ഷേ അത് വലിയൊരു പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ സാധ്യതയാണെന്നുള്ളതാണ്. നിങ്ങളും ഈ കേരളത്തിൽ അച്ചടി വന്നതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോഴും ഇവിടെ അച്ചടി വന്നത് വിദ്യാഭ്യാസം നടത്താനായിട്ടൊന്നുമല്ല. ഏറ്റവും വലിയ അച്ചടിയുടെ ലക്ഷ്യമായിട്ട് കേരള ചരിത്രത്തിൽ വായിക്കുന്നത് ബൈബിൾ കൂടുതൽ അച്ചടിച്ച് ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. പിന്നീടാണ് ബാക്കിയുള്ള പ്രസ്ഥാനങ്ങളിലേക്കും പ്രസിദ്ധി. അപ്പം ഇപ്പം ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷേ ഉടമ്പടിയിൽ സംഭവിക്കുന്നത് ഒരു വ്യക്തി ഇത് ഇപ്പോൾ ഈ മകൾ പറയുന്നുണ്ട് ഏതോ ഒരു സ്വപ്നം കണ്ടതായിട്ട്. അപ്പോൾ നമുക്ക് ഡൗട്ട് ഇല്ലാതെ നമുക്ക് സാക്ഷ്യം പറയാനായിട്ട് സാധിക്കും. നമുക്ക് കിട്ടി അല്ലെങ്കിൽ കിട്ടി ഇവിടുന്ന് ആവാം. അതിനേക്കാൾ അപ്പുറം ദൈവം അല്ലെങ്കിൽ അമ്മ വഴി ഉടമ്പടി വഴിയാണ് ഇതെനിക്ക് ലഭിച്ചതെന്നുള്ള ബോധ്യം ഇവിടെ ചെറുപ്പക്കാർ പറയുന്നത് ആര് സാക്ഷ്യം പറയുമ്പോഴും ഉണ്ട്. അല്ല ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളത് പറയിപ്പിക്കത്തില്ല. നമ്മളവരോട് പറയും കുറച്ചും കൂടെ ബോധ്യപ്പെട്ടിട്ട് പിന്നീട് എപ്പോഴെങ്കിലും വരണമെങ്കിൽ വരാൻ പറയും. കാരണം ബോധ്യമുള്ളവർ മാത്രമാണ് നമ്മളിവിടെ സാക്ഷ്യം പറയിപ്പിക്കുന്നത്. അപ്പം ഈ ഒരു വിശ്വാസത്തിൻ്റെ യാത്രയിൽ ദൈവം നമുക്ക് ബോധ്യപ്പെടുത്തി തരും. നമ്മൾ ചെയ്യുന്നത് നന്മയാണെങ്കിൽ അത് ദൈവത്തിന് ഉത്തരവാദിത്വമാണല്ലോ, അത് ദൈവം ബോധ്യം. അപ്പം അങ്ങനെ ഒരു അനുഭവം ലഭിച്ചു എന്ന് ഈ മകൾ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവമാണ് നമുക്കെതിരെ നിൽക്കുന്നത്, നമ്മുടെ കൂടെ നിൽക്കുന്നത്. നമ്മൾ ആത്മാർത്ഥതയോടെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഈശോ അത് വെളിപ്പെടുത്തി തരും. നിങ്ങൾ മുന്നോട്ട് പോകാനുള്ള പ്രോത്സാഹനവും പ്രചോദനവും ഒരുപക്ഷെ നിയോഗങ്ങളിലൂടെയോ ഉടമ്പടിയിലെ മറ്റ് നിയോഗങ്ങളിലൂടെയോ നമുക്ക് നടത്തി തരാറ്. പ്രത്യേകിച്ച് ഇനിയും മുൻപോട്ടുള്ള യാത്രയിൽ ഒരുപാട് ദൈവാനുഭവങ്ങൾ ലഭിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക്